ധന്യ, ഈ ബോയിങ് ബോയിങ് സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം ശ്യാം ഈ ഓരോ ഫ്ലൈറ്റിന്റെ സമയം അനുസരിച്ച് ഓരോ പെണ്ണുങ്ങളെ ഓരോ മുറിയിൽ കൊണ്ട് കയറ്റുന്നു. പരസ്പരം ആ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ മെനയുന്നു. സഹായിയായിട്ട് മുകേഷിന്റെ കഥാപാത്രവും ഉണ്ട്. അപ്പോൾ ഈ ബോയിങ് ബോയിങ് സിനിമയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിലും കുറെ പെണ്ണുങ്ങൾ വരും, ഒരു പെണ്ണ് കാണാതിരിക്കാൻ മറ്റൊരു പെണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും. അവിടെയും മുകേഷ് ഏറ്റവും അടുത്ത സുഹൃത്തായുണ്ട്. ഇവിടെയും അതുപോലൊരു മുകേഷ് സുഹൃത്തായുണ്ട്. സുഹൃത്തിന്റെ പേര് തൽക്കാലം പറയുന്നില്ല. ചില പറമ്പുമായിട്ടൊക്കെ ബന്ധം വരും ആ സുഹൃത്തിന്. ഇപ്പോ മാവ് കൂട്ടായിട്ട് വളരുന്ന പറമ്പിലാണ്. അതെ, മാവും പിന്നെ മാവില് പറമ്പിൽ ഇപ്പൊ മാവ് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഇങ്ങനെ ആളെ കത്തുമ്പോൾ ആക്ടിവിസ്റ്റും സുപ്രീം കോടതി അഭിഭാഷകയുമായ ദീപ ജോസഫ് ഒരു വ്യത്യസ്ത നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ചുമ്മാതെ ആരെങ്കിലും കയറി സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കുമോ? ആ ലെവൽ വരെ നമ്മൾ കടന്നു ചെന്നിട്ടും അനുവാദം നൽകിയിട്ടുമല്ലേ? മുറിയിൽ ചെല്ലാതെ കട്ടിലിന്റെ അടുത്ത് എത്താതെ എങ്ങനെ പിടിച്ചു കിടത്തും? എങ്ങനെ ഗർഭിണിയാകും? അത് അലസിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇന്നൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹദിന വേണ്ടേ? ആറ്റം ബോംബ് വേണ്ടേ? ഒരു സെക്സ് ബോംബ് മാത്രം മതി. ദീപയുടെ പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്നും പരാതി വന്നിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ് പിൻവലിക്കില്ലെന്നും പരാതികളെ നേരിടുമെന്നുമാണ് അവർ പറയുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: സമ്മതിക്കണം, വല്ലാത്ത തൊലിക്കട്ടി. ഒരുപക്ഷെ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായത് കൊണ്ടാകാം എനിക്ക് അതിശയമൊന്നും തോന്നാത്തത്. ഇന്നൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഖദിന വേണ്ട, ആറ്റം ബോംബ് വേണ്ട, ഒരു സെക്സ് ബോംബ് മാത്രം മതി. കേരളത്തിൽ ഇതിപ്പോ സുലഭമാണല്ലോ. എന്നെപ്പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം. മുന്തിയ ഇനങ്ങൾക്ക് ബാധകമല്ല. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, മോശം മെസ്സേജ് ഇട്ടാൽ, സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ, പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയാൽ എന്താവും ചെയ്യുക? ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നല്ലേ? ഞാൻ എനിക്കുണ്ടാകുന്ന നല്ലതും മോശവുമായ അനുഭവങ്ങൾ എൻ്റെ പങ്കാളിയുമായി പങ്കുവെക്കാറുണ്ട്. ഇനി വിവാഹത്തിന് മുൻപ് മാതാപിതാക്കളോട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതും എനിക്ക് വേണ്ട ഉപദേശം തരാൻ പറ്റുന്നതുമായ ആളുകളുമായി എൻ്റെ പ്രശ്നം പങ്കുവച്ചിരുന്നു. എനിക്കിഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കലല്ലേ വരൂ. പിന്നെ എന്തിനാ ബ്ലോക്ക് ചെയ്യാൻ സംവിധാനം? നമ്മുടെ പെരുമാറ്റം, ഇതൊക്കെ ഒരു വലിയ ഘടകമാണ്. ചുമ്മാതെ ആരെങ്കിലും കയറി സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കുമോ? ആ ലെവൽ വരെ നമ്മൾ കടന്നു ചെല്ലാതെ, മുറിയിൽ ചെല്ലാതെ, കട്ടിലിന്റെ അടുത്തെത്താതെ എങ്ങനെ പിടിച്ചു കിടത്തും? സൂചിയും നൂലും കഥ പോലെ പിന്നെ എങ്ങനെ ഗർഭിണിയാകും? അത് അലസിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. കാണാൻ കൊള്ളാവുന്ന കയ്യിൽ ധാരാളം കാശുള്ള, അധികാരവും പ്രതാപമുള്ള ആണുങ്ങളെ തേടി മാത്രം വീശുന്ന കാറ്റാണ് വെടിക്കാറ്റ്. ഇലക്ഷൻ സമയത്ത് മാത്രം വീശുന്ന ഒരു തരം കാറ്റ്. കാറ്റിന്റെ തുടക്കവും ഒടുക്കവും എവിടെ നിന്നാണെന്ന് ഒരുവിധം ആളുകൾക്ക് മനസ്സിലാകും. ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാത്ത സരിതമാരുടെ കാലം. അവസാനം സ്പർശനശേഷി നഷ്ടമായ ഒരു പ്രതാപകാലമാണ് ഈ കള്ളികളെ കാത്തിരിക്കുന്നത്. ഒരു പെണ്ണിനെ കണ്ടാൽ ആണിനും, ആണിനെ കണ്ടാൽ പെണ്ണിനും ഇഷ്ടം തോന്നുക സ്വാഭാവികം. കാരണം അതങ്ങനെയാണ് സൃഷ്ടികർത്താവും പരസ്പര പൂരവുമായി ആണിനെയും പെണ്ണിനെയും മെനഞ്ഞിട്ടുള്ളത്. പെണ്ണെന്ന് വെച്ച് ഇതൊരുമാതിരി വെള്ളരിക്കപ്പെടണം പോലെ ആയല്ലോ. കേരളത്തിലെ ഒരു പഴയ നിയമമന്ത്രി ഒരിക്കലൊരു മെസ്സേജ് അയച്ചു: ദീപ, ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കുകയാണ്, എപ്പോൾ എത്തുമെന്നായിരുന്നു മെസ്സേജ്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കേരളത്തിലെ 1-2 കേസുകളെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ടോക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും 2ാം തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു. സാർ, ആരെയോ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ ഡൽഹിയിൽ നിന്നാണ്, മെസ്സേജ് മാറിപ്പോയി. സാർ കാത്തിരുന്ന യഥാർത്ഥ ദീപയ്ക്ക് മെസ്സേജ് അയച്ചാലല്ലേ സാറിന്റെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകൂ എന്ന് തമാശ മട്ടിൽ ചോദിച്ചു. അദ്ദേഹം സോറി പറഞ്ഞു. മെസ്സേജ് മാറിപ്പോയതാണെന്ന് പറയുകയുണ്ടായി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പെണ്ണ് കൊടുക്കുന്ന അവസരമാണ് ഒരാണിന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനുമുള്ള ആദ്യ പടി. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക, ഇഷ്ടമില്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക. അതല്ലാതെ കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് എനിക്കെല്ലാം മനസ്സിലായത് പിന്നെ അതും 3, 5, 10 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയോട് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ അകത്തിട്ട തുണി പുറത്തും, പുറത്തിടേണ്ടത് അകത്തും ഇട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണെന്ന് മേനി പറഞ്ഞിട്ട് എന്ത് ഫലം? മൗനം പോയി എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ മാനം പോയി എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരുത്തിയെ കണ്ടപ്പോൾ എൻ്റെ വലിയമ്മച്ചി ഇട്ട ചട്ട ഇടുന്നതിന്റെ അടിയിലിട്ടിരിക്കുന്ന റൗക്കയാണ് ഓർമ്മ വന്നത്. അതായത് മുലക്കച്ച എന്നവർ ബ്രേക്കിൽ എഴുതിയിട്ടുണ്ട്. പണ്ട് മാറുമറയ്ക്കാൻ പടപൊരുതി ഇന്ന് അതൊക്കെ ഒന്ന് പുറത്ത് ചെണ്ട കൊട്ടാൻ ചില പെണ്ണുങ്ങൾ പാടുപെടുന്നത് കാണുന്നുണ്ട്.
ഒരു കുലപുരുഷനും അങ്ങനെ ഒരുവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലപ്പോ കണ്ട് നിർവൃതി അടയാൻ അവർ താല്പര്യം കാട്ടിയേക്കും. പക്ഷേ സ്വന്തം വീട്ടിലെ പെണ്ണ് അങ്ങനെ നടക്കാൻ ഒരു പുരുഷനും ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾ ചുമ്മന സമര നായികയുടെ സ്വന്തം നായകനായിരിക്കണം. പെണ്ണൊരുമെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? സഹോദരന്മാരെ, ഒരു തരം ആന വണ്ടി വന്നാൽ ഒന്ന് വഴിമാറിക്കൊടുക്കുക, വെറുതെ മാനക്കേടാകും. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു ജന്മം തന്നെ പോരാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ആരോപണം കേട്ടാൽ മീഡിയ പാഞ്ഞെത്തും. ആരോപണ വിമുക്തനാവാൻ കാലങ്ങൾ എടുക്കും. അപ്പോഴേക്കും തുരുമ്പായി പോകുന്ന ജീവിതം തിരികെ കിട്ടാൻ വല്ലാത്ത പ്രയാസവും. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടിലയ്ക്ക് എന്ന്. ഇന്ന് ഇല നൈസായി ഊരിപ്പോകും. വിയറ്റ്നാം കോളനിയിൽ പപ്പു പറയും പോലെ കേടി മരത്തിനായിരിക്കും, എന്നിട്ട് മുള്ളിനെ ഊരാക്കുടുക്കിൽപ്പെടുത്തും. സൂക്ഷിക്കുക. ജീവിതം മഞ്ഞുപോലെ വെണ്മ ഉള്ളതാവട്ടെ. ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നമ്മളെ നമ്മൾ സൂക്ഷിക്കുക. കഷ്ടകാലം വണ്ടി വിളിച്ച് കയറി വരും. ചിലപ്പോൾ BMW ആയിരിക്കും, ചിലപ്പോൾ ഇമാതിരി ട്രാക്ക് ആയിരിക്കും. പിന്നെ സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ നടക്കുന്ന സംഭവം ആഘോഷിക്കാൻ വരട്ടെ. നാളെ ഇതൊക്കെ ആവും നിങ്ങളെയും കാത്തിരിക്കുന്നത്. ഒരു പെണ്ണ് തന്നെ വേണമെന്നില്ല. പെണ്ണിന്റെ കോലമായാലും മതി നിങ്ങളുടെ ചീട്ട് കീറാൻ. ജാഗ്രത. അപ്പൊ കോഴി ഇപ്പൊ കാട്ടുകോഴിയാണെങ്കിലും ശരി, കുളക്കോഴിയാണെങ്കിലും ശരി, അതിന് കൊത്തി തിന്നാൻ തിനയും തീറ്റയൊക്കെ ആവശ്യത്തിന് കൊടുത്താലേ വന്ന് കൊത്തി തുടങ്ങുള്ളൂ. അത് സ്വാഭാവികമാണ്. അതെ. അപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ സമീപിക്കുന്നവരുടെ ആദ്യവട്ട പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയ് നിന്ന് പറഞ്ഞ പോലെ ഈ ടൂണിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ ടൂണിങ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അത് അപ്പുറത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിന് കുറേയൊക്കെ പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ ആദ്യം സൗഹൃദ സംഭാഷണം, പിന്നെ ഇത്തിരി എരിവും പുളിയാകും, പിന്നെ എരിവും പുളി അത് തിയറി ക്ലാസ് മാറി പ്രാക്ടിക്കലാക്കിയാലോ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചന വരുന്ന അപ്പോഴാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കാര്യത്തിൽ ഈ സാധാരണ ടൂൺ ചെയ്യുന്ന പൂവാലന്മാരെക്കാളും കാട്ടുകോഴികളെക്കാളും രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണമായത് അയാളുടെ പ്രൊഫൈൽ തന്നെയാണ്. ചാനൽ ചർച്ചകളിൽ വളരെ സമർത്ഥമായി സംസാരിക്കുന്നയാൾ. പിന്നെ പോരാത്തതിന് MLA, അടുത്ത പക്ഷേ ചിലപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ വേണമെങ്കിൽ ഒരു പ്രമുഖമായ ഒരു വകുപ്പിന്റെ മന്ത്രി ആകില്ലെന്ന് ആര് കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയൊരു പ്രൊഫൈലുള്ളയാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് എല്ലാം കൺമുമ്പിൽ കാണുന്നതെല്ലാം മഞ്ഞ് പോലെ ഉരുകുന്ന ഒരവസ്ഥ, ഈ വയറിന്റെ അടിഭാഗത്ത് മഞ്ഞ് പെയ്യുന്ന ഫീലൊക്കെ ചിലർക്ക് ഉണ്ടായി കാണും. അപ്പൊ ആ ഒരു ഫീൽ കൊണ്ടായിരിക്കണം ഈ ഒന്ന് വിളിച്ച് രണ്ടാമത്തേനെങ്കിൽ ശരി വാ പോകാം എന്നും പറഞ്ഞിട്ട് കൂടെ പോയത്. ഏതായാലും അങ്ങനെ പോയവരുടെ 1ഉം 2ഉം അല്ല, ഈ പോയവരൊക്കെ കരുതിയത് ഞാൻ മാത്രമേ ഉള്ളെന്നാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ബോയിങ്ങിലെ മറ്റേ ശ്യാമാണ്. അവൻ ഓരോ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് സമയം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. വൈകിയാണെങ്കിൽ അവർ അറിഞ്ഞത് നന്നായി. അത് ശരിയാ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പിന്തുണച്ച് ഒരുപാട് പേർ രംഗത്തെത്തുന്നു. അതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും വരട്ടെ, പിന്തുണക്കാരുടെ എണ്ണം ഇനിയും കൂടട്ടെ. അതല്ല, അത് പിന്തുണയ്ക്കുന്നതിന്റെ പിന്നിൽ മറ്റൊരു മനഃശാസ്ത്രമുണ്ട്. നീ ആള് കൊള്ളാമടാ, നീ ആള് പൊളിയാണ്, ആ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നുണ്ടോ. കാര്യം ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ, ആ ഒരു കാര്യത്തിന്റെ പേരിലുള്ള പിന്തുണയൊക്കെയാണ്. ഞങ്ങളെ കൊണ്ടാവുന്നില്ല, നിനക്കെങ്കിലും ആയല്ലോ, ആ ഒരു മാനസികാവസ്ഥയിൽ ഇത് പറയുന്നത്. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അനുഭാവം കൊണ്ടൊന്നും അല്ല പറയുന്നത്. ഈ അടിസ്ഥാനപരമായി ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് മലയാളികൾ എന്നുള്ളത്. അപ്പൊ ഒരുത്തന് സാധിച്ചപ്പോൾ അവനോടുള്ള ചെറിയൊരു അസൂയ, കൊതിക്കെറിവ്, അതൊക്കെയാണ് ഇത്തരം പിന്തുണക്കാരുടെ മനസ്സിലുള്ള യഥാർത്ഥത്തിൽ.